രജനി, നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ അച്ഛനോട് പറയാൻ പാടില്ലാത്തെല്ലാം പറഞ്ഞു കൊടുത്തില്ല. നീ ഒരു കുറ്റവാളിയാക്കിയില്ല. ഞാൻ അച്ഛനോടൊന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ അങ്ങയുടെ പെരുമാറ്റവും കുറ്റബോധവുമാണ് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിച്ചത്. എന്റെ പെരുമാറ്റമോ? അതെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും അങ്ങിവിടെ അന്തി ഉറങ്ങിയിട്ടില്ല. രാധികയുടെ സ്ഥാനത്തിൽ എന്നെ കാണാൻ അങ്ങക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കുഞ്ഞിനെ വളർത്തുന്ന ഒരായ ഈ മുറിയുടെ മൂലയിലെങ്ങാനും കിടന്നുറങ്ങിക്കൊള്ളട്ടെ എന്ന് കരുതി അങ്ങക്ക് ഇവിടെ കിടക്കാമായിരുന്നു. ഭർത്താവിന്റെ സ്നേഹം ഇരന്ന് വാങ്ങാവുന്നതോ കവർന്നെടുക്കാവുന്നതോ അല്ല. അതിന് രണ്ടിനും ഞാൻ ശ്രമിക്കുകയുമില്ല. കൊണ്ടുപോയതിനെ ഈനൊരു കുന്തത്തിനെ ഞാൻ പ്രസവിച്ചുള്ള ദൈവമേ. ആരും കാണാതെ അവിടെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്നറിയാം. വഴിക്ക് മുഴുവൻ കൈമ കടിക്കുകയായിരുന്നു. ഇത് മനുഷ്യ കുഞ്ഞാതെ പട്ടിക്കുഞ്ഞു. അമ്പിളി, അമ്പിളി, അമ്പിളി. എന്താ? കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ കാണുന്നില്ലേ? അതെ, ഞാൻ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. രജനി, നീ എന്നോടുള്ള പക കുട്ടിയോട് തീർക്കുകയാണ്. കോവിട്ട, എന്റെ എല്ലാം എല്ലാം അമ്പിളിയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കി ഞാൻ പറയുന്നില്ല. നനയാതെ ഈറനൊടുക്കാൻ ശപിക്കപ്പെട്ടവളാണ് ഞാൻ. പക്ഷേ നിരപരാധികളെ ശിക്ഷിക്കുന്നതിനും ഒരതിരുണ്ട്. രാധികയുടെ പേര് പറഞ്ഞ് ഓരോ നിമിഷവും അങ്ങനെ ചെറുതാക്കുകയാണ്. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അങ്ങയുടെ മനസ്സിൽ രാധികയ്ക്കുണ്ടായിരുന്ന സ്ഥാനം ഞാൻ നേടിയെടുക്കും. അതിനുശേഷമേ ഞാൻ മരിക്കൂ. നെല്ല് വാരിക്കൊണ്ടുപോയിട്ട് അവരെന്തോ ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. വഴക്കിനും വയ്യാവലിക്കൊന്നും പോകാതിരിക്കുക നല്ലത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എടാ, മാടത്തൊറ്റയ്ക്കാ ഗോപി കിടന്നുറങ്ങുന്നത്. വേണ്ടി വന്നാൽ ആരും അറിയാതെ രാത്രി ഒരൊറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലും. അമ്പിളി, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ചമഞ്ഞു വരാനേ നിനക്കെന്താ അവകാശം? ഞാൻ അവളെ പ്രസവിച്ചത്. പ്രസവിച്ച ഒരു തള്ള. പ്രസവിച്ച് നിന്നെ പേടിച്ചോടിയ കുഞ്ഞ് എന്റെ മാറിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കണ്ടില്ലേ? എന്റെ അവകാശം സ്ഥാപിക്കാൻ ഇതിനേക്കാൾ വലിയ തെളിവ് എന്ത് വേണം? മാറി നിൽക്കൂ. തൊട്ടുപോകരുത്. തൊട്ടാൽ പിന്നെ കൈ പൊങ്ങുകയില്ല. ആനറാഞ്ചിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഇതാമ്പിളി, ഇവളുടെ കാര്യത്തിൽ അങ്ങേക്കുള്ളതിനേക്കാൾ ഏറെ ഉത്കണ്ഠ എനിക്കുണ്ട്. കാരണം ഇവളുണ്ടെങ്കിലേ ഞാനുള്ളൂ. ഇതെനിക്ക് നല്ലപോലെ അറിയാം. കേസി തോറ്റതിന് അച്ഛൻ ഇങ്ങനെ വിഷമിച്ചാലോ? ഞാൻ പിന്നെ തലയെ കുത്തി നിൽക്കണോ? നീ ഒരുത്തി വരുത്തി വെച്ച വിനയാടി ഇതെല്ലാം. ഞാൻ എന്ത് പഴിച്ചു? നീ അല്ലാതെ ആരെങ്കിലും ഈ നിർപ്പണിന്റെ കഴുത്തെ തൂങ്ങോ? കോടീശ്വരന്മാർ നിന്റെ പുറകെ നടന്നതല്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മാവൻ പറയുന്നത്? വക്കീൽ നോട്ടീസ് അയക്കണമെന്ന് പറഞ്ഞ് അയച്ചു. കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഇനിയിപ്പം മജിസ്ട്രേറ്റിന്റെ പേനായിക്കകത്ത് കയറുന്ന വിധി എഴുതുന്ന മന്ത്രമൊന്നും എനിക്കറിയാൻ മേല. എടുക്ക, ആണായ കുറച്ച് ചുണ വേണം. അത് നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മകളെ കാലം പെട്ടുപോയില്ലേ? എനിക്ക് വലിയ ജോലി കൊണ്ട് പോരാ നോക്കൂ. എടാ, ഇത് കോടതിയിലൊന്നും തീരുന്ന പ്രശ്നമില്ല. കളി ഏതായാലും ആരംഭിച്ചു. നീ എന്റെ ക്ലൈമാക്സ് കണ്ടിട്ടേ ഞാൻ പിരിയുന്നുള്ളൂ. ഇതെന്റെ മകന്റെ മകളാണ്. ഇതിനെ ഞങ്ങൾ അപായപ്പെടുത്തുമെന്നാണോ സാർ പറയുന്നത്? മകന്റെ പരാതി അങ്ങനെയാണ് സാർ. ഈ കുഞ്ഞ് എന്നെയാണ് അച്ഛനായി കരുതുന്നത്. ഞാനാണ് ഇവളുടെ അമ്മ. അമ്മയോ? ഏതർത്ഥത്തിലാണ് നീ എന്റെ മകളുടെ അമ്മയാകുന്നത്? നീ എന്റെ മകൻ തന്നെയാണോടാ? സാർ, കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് അതിന്റെ അമ്മയും അച്ഛനുമാണ്. അതുകൊണ്ട് കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കണം. ഇതാ നിങ്ങളുടെ കുഞ്ഞ്. കരയാതെ മോളെ, എല്ലാം ബിസിയാണ്. എന്താ മോളെ ഈ പറയുന്നത്? വെറും ഒരു കേടിയുടെ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ തലകുനിക്കണമെന്ന്? ആ പ്രഭാകരൻ പിള്ളയ്ക്ക് പണമെന്ന വിചാരം മാത്രമേ ഉള്ളച്ച. പണം കിട്ടാൻ വേണ്ടി എന്ത് ദ്രോഹപ്രവൃത്തിയും അയാൾ ചെയ്യും. എടി, ഉരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ഇതങ്ങനെയല്ലച്ച.
ഒരവസരത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കുക. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ അച്ഛന്റെ മകൾ വിധവയായി തീരും. അതുകൊണ്ട് നമ്മുടെ സ്വത്തുക്കളെല്ലാം റൗഡിയുടെ പേർക്ക് എഴുതി കൊടുക്കണം. എടി മണ്ടി, അങ്ങനെ കൊടുത്താൽ കൂടുതൽ സ്വത്തിന് വേണ്ടി അവൻ ഇതേ അടവ് തന്നെ തുടർന്ന് പ്രയോഗിക്കും. അച്ഛാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛൻ ഒരു റിട്ടയർഡ് കളക്ടറാണ്. ഈ പ്രഭാകരൻ പിള്ള ഒരു ചുക്കും ചെയ്യാനില്ല. അഥവാ ചെയ്താൽ തന്നെ അവനെ നിലയ്ക്ക് നിർത്താൻ ഈ നാട്ടിൽ പോലീസ്. നീ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാതെ വീട്ടിലേക്ക് അച്ഛാ, ധൈര്യമായി പോ. അച്ഛനുണ്ട്. പോ. ഇത് വെറുതെ വരട്ടാണ്. ഏതായാലും പ്രഭാകരൻ പിള്ളയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംശയമുള്ള നിലയ്ക്ക് ഒരാഴ്ചത്തേക്കെങ്കിലും മിസ്റ്റർ ഗോപിയെ കളത്തിലേക്ക് അയക്കാതിരുന്നൂടെ? ഗോപി ഒരു പിടിവാശിക്കാരനാണ്. പോരെങ്കിൽ ഒരു തികഞ്ഞ കൃഷിക്കാരനും. ഇതിനെല്ലാം ഉപരിയായി ചില മാനസിക പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്ന് വെച്ചോളൂ. ഐ സി. എങ്കിലൊരു കാര്യം ചെയ്യാം. ഒരാഴ്ചത്തേക്ക് ഗോപിയുടെ കളം നിൽക്കുന്ന സ്ഥലത്ത് ഒരു കോൺസ്റ്റബിളിനെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയക്കാം. അത് മതി. പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അയാളുടെ ശല്യം ഉണ്ടാവില്ല. അയാളുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാനായിട്ട് ഞാൻ SI ഏർപ്പാട് ചെയ്യാം. താങ്ക് യു. ഞാൻ ഇറങ്ങട്ടെ. ഇനി അവനിങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇന്ന് തന്നെ അവന്റെ കഥ കഴിക്കണം. പോലീസിന്റെ അന്വേഷണത്തിൽ പോലും തെളിയാത്ത വിധത്തിലായിരിക്കണം നമ്മുടെ പരിപാടി. അവൻ കളത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വരും. അപ്പൊ തട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ബാ. എന്ന് കളത്തിൽ പോകണ്ട. എനിക്ക് പോയേ മതിയാവൂ. ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. എന്റെ കഴുത്തിൽ അങ്ങ് കെട്ടിയ താലി എനിക്ക് ചില അവകാശങ്ങൾ തന്നിട്ടുണ്ട്. ആ അവകാശങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ ജീവൻ ഇന്നെന്റെ സ്വന്തമാണ്. ഒരു ഭാര്യയുടെ വേഷം മാത്രം കെട്ടിയിട്ട് വിധവയായി ഒതുങ്ങിക്കൂടാൻ ഞാൻ തയ്യാറില്ല. ദയവ് ചെയ്ത് ഇന്ന് അങ്ങ് ഈ വീട്ടിൽ നിന്നും പോകരുത്. ഒരു ഭീരുവായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാനാ പറയുന്നത് പോകരുതെന്ന്. മാറി നിൽക്ക്.
ഇല്ലടാ അവിടെ. ഭയപ്പെടാനൊന്നുമില്ല, ചെറിയൊരു മയക്കം മാത്രമേ ഉള്ളൂ. മോളെ, മോൾ അമ്മയെ വിളിക്കൂ. മോളെ വിളിച്ചാൽ കണ്ണു തുറക്കും. അമ്മേ അമ്മേ രജനി, രജനി, അമ്മേ, മോളെ, അമ്മേ, മോളെ. രജനി, നീ എനിക്ക് മാപ്പ് തരൂ. നിന്റെ ഹൃദയം കാണാൻ എനിക്ക് കണ്ണുണ്ടായിരുന്നില്ല. കഴിഞ്ഞതെല്ലാം മറക്കൂ. ഈ നിമിഷം മുതൽ നീ എന്റെ രാധികയാണ്. മോളെ, എന്റെ മോളെ, മോളെ, മോളെ.